കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ നടപടിക്ക് സാധ്യത. തന്നെ അവഹേളിക്കുന്ന SFI ബാനറുകൾ ക്യാമ്പസിൽ നിന്ന് നീക്കം ചെയ്യാത്തതിൽ VC-യോട് ഗവർണർ വിശദീകരണം തേടി. ഗവർണർ വരുന്നത് അറിഞ്ഞിട്ടും ബാനർ നീക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. തന്നോട് ചാൻസലർ വിശദീകരണം ചോദിച്ചിട്ടില്ലെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ വെല്ലുവിളിക്കിടെ കാലിക്കറ്റ് സർവകലാശാലയിലെ പൊതുപരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പങ്കെടുക്കും. സുരക്ഷാ ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ ഗവർണർ DGP-യോട് ആവശ്യപ്പെട്ടു. VS രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. VS രഞ്ജിത്ത്, VC-ക്കെതിരെ ഇനി നടപടിക്ക് സാധ്യതയുണ്ട് എന്നാണോ കരുതേണ്ടത്? നികേഷ്, ഇന്നലെ രാത്രി തന്നെ VC-യോട് രാജ്ഭവൻ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നാണ് VC പറയുന്നത്. പക്ഷേ അത് കൃത്യമായി വിശദീകരണം ആവശ്യപ്പെടൽ തന്നെയാണ്. അതായത് VC ക്യാമ്പസിൽ ഗസ്റ്റ് ഹൗസിൽ എത്തുന്നുണ്ട് എന്നറിഞ്ഞിട്ടും VC-യെ ചാൻസലറെ അപമാനിക്കുന്ന രീതിയിലുള്ള, ചാൻസലറെ അവഹേളിക്കുന്ന രീതിയിലുള്ള ബാനറുകളും പോസ്റ്ററുകളും ഒന്നും തന്നെ ക്യാമ്പസിനകത്ത് നിന്ന് നീക്കം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് കൃത്യമായി ആ വിശദീകരണം ചോദിച്ച കുറിപ്പിൽ പറയുന്നതും എന്തുകൊണ്ട് ചാൻസലറെ അപമാനിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിക്കൊടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല അതിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, 2022-ൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഹൈക്കോടതി ഉത്തരവിൽ തന്നെ ക്യാമ്പസിന്റെ 200 മീറ്റർ ചുറ്റളവിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളോ ബാനറുകളോ പാടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇന്നലെ ഈ സംഭവം അറിഞ്ഞ് 1:30 മണിയോടുകൂടി ക്യാമ്പസിനകത്തെത്തുകയും ക്യാമ്പസിൽ സ്ഥാപിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ബാനറുകൾ ഗവർണർ നേരിട്ട് കാണുകയും ചെയ്ത ഉടൻ തന്നെ VC-യോട് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ ബാനർ നീക്കം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന്മേൽ VC ഒരു നടപടിയും എടുത്തില്ല എന്നൊരു പരാതി ഗവർണർക്കുണ്ട്. രണ്ട് കാര്യങ്ങൾ VC-ക്ക് ചെയ്യാമായിരുന്നു. ഒന്ന്, പോലീസിനെ ഇക്കാര്യത്തിൽ സപ്പോർട്ട് തേടാമായിരുന്നു. പോലീസ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അക്കാര്യം ചാൻസലറെ അറിയിക്കാമായിരുന്നു. അതൊന്നും ചെയ്തില്ല. പോലീസിനോട് ആവശ്യപ്പെടാതെ, പോലീസ് പറയാതെ ഒരു തരത്തിലും ഈ ബാനർ നീക്കം ചെയ്യാൻ സാധിക്കില്ല. ഇന്നലെ രാത്രി 7 മണിക്കാണ് വൈസ് ചാൻസലറെ കാണാൻ വേണ്ടി വന്നത്. 1:30 മണിക്ക് ആവശ്യപ്പെട്ടു, പക്ഷേ 7 മണിക്ക് എത്തുന്നു. 7 മണിക്ക് എത്തി ചാൻസലർ പറഞ്ഞൊരു വിശദീകരണം, അങ്ങനെ ബാനർ നീക്കം ചെയ്യാൻ എനിക്ക് ഫോഴ്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഗവർണർ ചോദിച്ചത്, ഫോഴ്സ് ഇല്ലെങ്കിൽ അതിനാണല്ലോ പോലീസ് എന്നുള്ളതാണ്. അങ്ങനെ പോലീസ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്നതുൾപ്പെടെയാണ് ഈ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് വൈസ് ചാൻസലർക്ക് ചാൻസലർ ഇപ്പോൾ കത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് മറുപടി നൽകിയാൽ, ആ മറുപടി തൃപ്തികരമല്ല എങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് രാജ്ഭവൻ വൃത്തങ്ങൾ നമ്മോട് ഇപ്പോൾ പറയുന്നത്. അത് കൃത്യമായി രാജ്ഭവനിൽ നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് നമുക്കിനി അറിയാനുള്ളതും. ഏതായാലും ഇന്ന് വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന പരിപാടി അത് നേരത്തെ നിശ്ചയിച്ച പരിപാടിയാണ്. ആ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും. അതിൽ അധ്യക്ഷത വഹിക്കുന്നത് വൈസ് ചാൻസലർ ആണ് എന്നുകൂടിയുണ്ട്. വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കുന്ന പരിപാടി ചാൻസലർ ഉദ്ഘാടനം ചെയ്യുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഒരേ വേദിയിലിരിക്കും. ആ ഒരേ വേദിയിൽ ഇരുന്ന ശേഷമായിരിക്കും എന്ത് നടപടി എടുക്കണം എന്ന് ആവശ്യപ്പെടുക. ചിലപ്പോൾ ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ഇതിൽ വിശദീകരണക്കുറിപ്പ് വൈസ് ചാൻസലർ നൽകിയേക്കാം. മറ്റൊരു കാര്യം, ഗവർണർ അതീവ ക്ഷുഭിതനാണ്. ഇത്രയും വലിയ സെക്യൂരിറ്റി ഫോഴ്സ് ഇവിടെ ഉണ്ടായിട്ടും അദ്ദേഹത്തെ അവഹേളിക്കുന്ന പോസ്റ്ററുകൾ, ബാനറുകൾ നീക്കം ചെയ്യാൻ പോലീസിന് സാധിച്ചില്ല. അതുകൊണ്ട് ഈ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് തനിക്ക് ആവശ്യമില്ല എന്ന് ഇന്നലെ രാത്രി SP-യോട് നേരിട്ടും അതിനുശേഷം DGP-യെ ഫോണിൽ വിളിച്ചും ഗവർണർ പറഞ്ഞിട്ടുണ്ട്. സെക്യൂരിറ്റി ഫോഴ്സിനെ പിൻവലിക്കാനാണ് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ സുരക്ഷാ മുൻകരുതൽ എടുക്കുന്നതിന്റെ ഭാഗമായി അത്തരത്തിൽ സെക്യൂരിറ്റി ഫോഴ്സിനെ പിൻവലിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഗവർണർ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ രണ്ട് കാര്യങ്ങൾ, ഇന്നിപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ വൈസ് ചാൻസലറോട് വിശദീകരണം തേടിയിട്ടുണ്ട്. വൈസ് ചാൻസലർ ഇക്കാര്യത്തിൽ നൽകുന്ന മറുപടി തൃപ്തികരമല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നടപടിയിലേക്ക് കടക്കും. മാത്രമല്ല ഇന്നലെ SP നേരിട്ട് വന്ന് ഈ പോസ്റ്ററുകൾ നീക്കം ചെയ്ത ശേഷം വീണ്ടും SFI-ക്കാർ ഇതേ ക്യാമ്പസിനകത്ത് ഗവർണർക്കെതിരെ സമാനമായ പോസ്റ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ബാനറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ VC എന്ത് നടപടിയെടുക്കും എന്നുകൂടി അറിയേണ്ടതുണ്ട്. VC കടന്നു പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും ബാനറുകളും വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നികേഷ്, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു VS രഞ്ജിത്ത്. സാനിയോ മനോമി കൂടി ചേരുന്നു നമ്മോടൊപ്പം. സാനിയോ, യഥാർത്ഥത്തിൽ ക്യാമ്പസിൽ കാലുകുത്തിക്കില്ല എന്ന SFI-യുടെ വെല്ലുവിളി ഇന്നാണ് പ്രായോഗിക തലത്തിൽ SFI-യെ സംബന്ധിച്ചിടത്തോളം നടപ്പാക്കേണ്ടിയിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ 2 ദിവസമായി ക്യാമ്പസിൽ ഉണ്ട് എങ്കിൽ തന്നെയും ഔദ്യോഗിക പരിപാടി ഇന്നാണ്. ഏത് തരത്തിലാണ് SFI പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്?
നികേഷ്, SFI കനത്ത പ്രതിഷേധത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത് എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതായത് ക്യാമ്പസിൽ ഇന്നലെ സ്ഥാപിച്ച ബാനറുകളിൽ ചിലത് പൊട്ടി വീണിരുന്നു. ആ ബാനറുകൾ നീക്കം ചെയ്യുക, ആ ബാനറുകൾ കൃത്യമായി അതുപോലെ തന്നെ കെട്ടാൻ വേണ്ടി SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ നേരിട്ടെത്തി ആ ബാനറുകൾ കെട്ടുകയും SFIയുടെ കൊടികൾ സ്ഥാപിക്കുകയും ബാനറുകളെല്ലാം വൃത്തിയാക്കി വെക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ അല്പസമയം മുൻപ് തന്നിരുന്നു. മിസ്റ്റർ ചാൻസലർ ദിസ് ഇസ് കേരള എന്ന ഈ ഒരു ബാനർ, മിസ്റ്റർ ചാൻസലർ ദിസ് ഇസ് കേരള എന്ന ഈ ബാനർ നേരത്തെ അഴിഞ്ഞു പോയിരുന്നു. ആ ബാനർ കെട്ടാൻ SFIയുടെ സംസ്ഥാന സമിതി അംഗം തന്നെയാണ് വന്നത്. അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് കൃത്യമായി SFI സംസ്ഥാന കമ്മിറ്റി തന്നെ ആഹ്വാനം ചെയ്ത സമരം ഇന്ന് നടക്കേണ്ടതുണ്ട്, നടക്കും എന്ന് തന്നെയാണ്. അതായത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അത്തരത്തിലൊരു വലിയ പ്രതിഷേധം മറ്റും ഉണ്ടാവുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡോണ്ട് സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പാൻപരാഗ് ഹിയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റോഡെഴുത്ത്, ഇത്തരത്തിൽ റോഡെഴുത്തുകളും ബാനറുകളും എല്ലാം ക്യാമ്പസിൽ സജീവമാണ്. അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയിക്കാമെന്നാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിനൊപ്പം തന്നെ ജീവനക്കാരുടെ ഒരു പ്രതിഷേധ സംഗമം കൂടി ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. അത് 10:30 പ്രതിഷേധ സംഗമം എന്ന പേരിലാണ് അത് നടക്കുക. അതായത് വൈസ് ചാൻസലറെ വിളിച്ച് അപമാനിക്കുക, അത്തരത്തിൽ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടുക, ഇതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കുന്നതിനൊപ്പമാണ് കാലിക്കറ്റ് ക്യാമ്പസിലെ ജീവനക്കാർ ഇപ്പോൾ ഒരു പ്രതിഷേധ സംഗമം കൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അത് എത്തരത്തിൽ ചാൻസലറെ പ്രകോപിപ്പിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്. കാരണം ചാൻസലർക്കെതിരെയാണ് ആ പ്രതിഷേധ സംഗമം എന്നുള്ളത് കൊണ്ട് തന്നെ. ഏതായാലും AISFും ഇപ്പോൾ ഒരു പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായും സെമിനാർ കോംപ്ലക്സ് EMS സെമിനാർ കോംപ്ലക്സിലേക്കായിരിക്കും ആ പ്രതിഷേധമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഉച്ചയ്ക്ക് ശേഷം 3:30 സനാതന ധർമ്മ ചെയറും അതുപോലെ ഭാരതീയ വിചാര കേന്ദ്രവും ഒരുമിച്ച് നടത്തുന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള സെമിനാർ നടക്കുക. ആ സെമിനാറിലേക്ക് പ്രതിഷേധവുമായി എത്തുമെന്നാണ് AISF അറിയിച്ചിരിക്കുന്നത്. ആ സെമിനാർ നടക്കുന്ന EMS കോംപ്ലക്സിലാണ്. അവിടെ 400 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യമാണുള്ളത്. പക്ഷേ 600 പേരെങ്കിലും എത്തുമെന്നാണ് അവിടുത്തെ സംഘാടകർ കണക്കാക്കുന്നത്. 600 പേർക്കും പാസ് നൽകി മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. സാധാരണ EMS സെമിനാർ ഹാളിൽ ഒരു സെമിനാർ നടക്കുന്നുണ്ടെങ്കിൽ പാസിന്റെ ആവശ്യം ഉണ്ടാകാറില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് പാസ് SFIക്കാരോ അല്ലെങ്കിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം നടത്തുന്നവരെയോ അകത്ത് കടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാസ് സംവിധാനം. തീർച്ചയായും അതങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കൃത്യമായി ആരൊക്കെയാണ് വരുന്നത് എന്ന് നോക്കിക്കൊണ്ട് ആയിരിക്കും ഈ ഒരു പരിപാടി സെമിനാർ നടക്കുക. അതിലേക്ക് SFIക്കാരോ പ്രതിഷേധക്കാരോ ഒന്നും കടന്നുകൂടരുത് എന്ന നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ് പാസ് സംവിധാനം ഏർപ്പെടുത്താം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, ഈ സെമിനാർ നടക്കുന്ന സെമിനാർ കോംപ്ലക്സിന് തൊട്ടടുത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മെൻസ് ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഏത് പ്രതിഷേധവും ഏത് സമയം വേണമെങ്കിലും അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും വലിയ ആശങ്കയിലാണ്. എത്രത്തോളം സുരക്ഷയാണ് ഇതിന് ഒരുക്കേണ്ടതെന്ന് അടക്കമുള്ള ആശങ്കകൾ നിലനിൽക്കുകയാണ്. 1000-ലധികം പോലീസുകാർ നിലവിൽ തന്നെ ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞു. ഇതിലും കൂടുതൽ പോലീസുകാരെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി അടക്കം അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ബാരിക്കേഡ് നമുക്ക് കാണാം. 5 വഴികളിലും ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിലേക്കുള്ള വഴികൾ. പക്ഷേ കാലിക്കറ്റ് സർവകലാശാലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഊടുവഴികൾ നിരവധിയാണ്. എത്ര ബാരിക്കേഡുകൾ വെച്ച് അടച്ചിരുന്നാലും ഊടുവഴികൾ ഇവിടുത്തെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് വളരെ കൃത്യമായി അറിയാം. ആ ഊടുവഴികളിലൂടെയൊക്കെ പ്രതിഷേധക്കാർ എത്തുമോ എന്ന് കണ്ടറിയണം. ഏതായാലും വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യം SFIയും ഒപ്പം AISFും പ്രതിഷേധ രംഗത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.